സർ, നമ്മുടെ വ്യൂവേഴ്സിൽ ഓൾറെഡി ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പർച്ചേസിങ്ങിനെ കുറിച്ച് എന്തൊക്കെയാണ് ടിപ്സ് സാർക്ക് കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും പർച്ചേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസിംഗിൽ നമുക്ക് എത്രയും ചീപ്പറായിട്ട് ഏറ്റവും ബെസ്റ്റ് റേറ്റിന് കിട്ടിയാൽ മാത്രമേ നമുക്കത് കസ്റ്റമേഴ്സിന് ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിന് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പർച്ചേസിംഗിൽ ചെയ്യേണ്ട മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് പോകേണ്ട ടൈം, അതെ ഏറ്റവും ബെസ്റ്റ് ടൈം, നല്ല സമയം നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം ഈ റഷ് ടൈമിൽ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ട്രാവലിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിന് വളരെ ടിക്കറ്റ് കിട്ടാൻ ഞാൻ ബുദ്ധിമുട്ടി. ഇപ്പം ഞങ്ങൾ റീസെൻ്റായിട്ട് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതേപോലെ തന്നെ അതിൽ ലാംഗ്വേജിൻ്റെ വളരെ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ എൻ്റെ വൈഫ് അത്ര അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ, ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് കാര്യമില്ല, ലോക്കൽ ലാംഗ്വേജ് ഹിന്ദി കുറച്ച് എങ്കിലും അറിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അത്രയും ഈ ലാംഗ്വേജ് ഇംഗ്ലീഷ് കാര്യങ്ങളോ അവർക്ക് അറിയുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫാബ്രിക് സെലക്ട് ചെയ്യുമ്പോൾ ഫാബ്രിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു ചെറുതായിട്ട് ഹോംവർക്ക് നടത്തുക. എന്താണോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മളൊരു മിനിമം നോളജ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ഒന്നും വാങ്ങാൻ പറ്റില്ല. ഇത് കണ്ടാൽ ഇത് വാങ്ങി അതല്ല വേണ്ടത്. ആ ഫാബ്രിക് ഇപ്പോൾ ഓരോ മെറ്റീരിയലുണ്ട്, പല ടൈപ്പ് മെറ്റീരിയൽ. ഇപ്പോൾ മൊഡാലുണ്ട്, അതേപോലെ തന്നെ കച്ച് മെറ്റീരിയലുണ്ട്, സിൽക്കുകളുണ്ട്, അതേപോലെ ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഏതാണ് ഇപ്പോൾ കറന്റ് ഏറ്റവും മൂവ് ചെയ്യുന്ന മെറ്റീരിയൽ അത് തന്നെ പോയി വാങ്ങാം. ഏത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മെറ്റീരിയലിന്റെ തിക്നെസ് നോക്കിയിട്ട് ഫീൽ ചെയ്യാം. അതിന് ഡ്യൂപ്ലിക്കേറ്റ് സംഭവങ്ങൾ വരുന്നുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ GSM ഫീൽ ചെയ്ത് നോക്കി അറിയാൻ പറ്റുമത്. പിന്നെ അവർ തന്നെ പറഞ്ഞു തരും രണ്ട് ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ ഏതാ വേണ്ടത്. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി വാങ്ങാൻ എനിക്ക് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ലാസ്റ്റ് ചെയ്യും കുറേ കൂടുതൽ. മറ്റേ എടുത്തു വെച്ചു ചിലപ്പോൾ മൂവ് ചെയ്തിട്ട് അവരുടെ കളർ ഫെയ്ഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി വെക്കുകയാണെങ്കിൽ ഒരു ബോട്ടിക്ക് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ആരും ചെയ്യേണ്ടത് എപ്പോഴും ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ വാങ്ങിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് നല്ലത്. സർ, മാർക്കറ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്തായാലും ഹോൾസെയിൽ മാർക്കറ്റ് വേണം സെലക്ട് ചെയ്യാൻ പറ്റിയിട്ട്. നമ്മൾ ആദ്യം അതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുക എവിടെയാണ് ഏത് മാർക്കറ്റിലാണ് നമ്മൾ പോകേണ്ടത് എന്നത്. അപ്പോൾ ഈ മാർക്കറ്റിനോട് ചേർന്നിട്ട് ഒരുപാട് അക്കോമഡേഷൻസ് ഉണ്ട്. അത് തന്നെ നല്ല അക്കോമഡേഷൻ നോക്കിയെടുക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കച്ചറ അക്കോമഡേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റിന് എല്ലാ സ്ഥലത്തേക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കോമഡേഷൻ മെയിൻ സെൻറ്ററായിട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്താൻ പറ്റും. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഞങ്ങൾ മുംബൈയിൽ ഒരുപാട് പർച്ചേസ് ചെയ്തിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് മന്താണ് അവിടെ ഇപ്പോൾ നമ്മൾ ഈ മെട്രോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മെട്രോ വെച്ചാൽ വലിയ റഷ് കാര്യങ്ങളില്ല, ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. മെട്രോ വഴി പോവാം. അതേപോലെ തന്നെ ഓയോ ടാക്സികൾ വളരെ അവൈലബിൾ ആണ്. സ്റ്റേ ചെയ്യുകയാണെങ്കിലും ഒരുപാട് ഓയോ ആ ടൈപ്പ് ഹോട്ടൽസ് ഉണ്ട്. മുന്നേ കൂട്ടി ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. സർ, അഫോർഡബിൾ ആയിട്ടുള്ള മാർക്കറ്റ്സ് അല്ലെങ്കിൽ അവൈലബിലിറ്റി മെറ്റീരിയൽസ് അവൈലബിലിറ്റി കൂടുതലുള്ള മാർക്കറ്റ്സ് ഏതൊക്കെയാണ്? അത് ഓരോ മാർക്കറ്റിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ മുംബൈയിൽ പറയുമ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഔട്ട് സൈഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ആവറേജ് അവിടെ കിട്ടും. പക്ഷെ അവിടെ വരുമ്പോഴേക്കും പുറമെ ഇപ്പോൾ സൂറത്തിൽ നിന്ന് വരുന്ന സാധനം മുംബൈയിൽ കിട്ടുകയാണെങ്കിൽ കുറച്ച് പെർസെൻറ്റേജ് വളരെ കൂടുതലായിട്ട് അവിടെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചില സംഭവങ്ങളൊക്കെ അവിടെ കിട്ടിയതിന് ശേഷം നമ്മൾ ഓരോ ലൊക്കേഷനിലേക്ക് മാറണം. സൂററ്റിൽ വരുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു നെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ സൂററ്റ് പോകണം. പിന്നെ കോട്ടണിൻ്റെ നല്ല ഫാബ്രിക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കച്ച് എവിടെ സ്ഥലത്ത് പോകും, അഹമ്മദാബാദ്, അവിടെയൊക്കെ എന്ന് വെച്ചാൽ കോട്ടണിൻ്റെ ഒരുപാട് ടൈപ്പ് ഫാക്ടറീസ്, അതേപോലെ തന്നെ ഈ ചന്തേരി ടൈപ്പ് മെറ്റീരിയൽസ്, ഒരുപാട് നമ്മുടെ വർലി പ്രിൻസ്, ഇതൊക്കെ ഓരോരോ ഡിസൈൻസും പ്രിന്റുകളും അതത് സ്ഥലത്ത് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ വരുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ ടൈമിങ്സ് ഒക്കെ എങ്ങനെയാണ്? അത് വളരെ ഒരു നല്ല ചോദ്യം. കാരണം ടൈമിംഗ് എല്ലാ ഹോൾസെയിൽ മാർക്കറ്റും തുറക്കുന്നത് ഒരു 11:30 ശേഷമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈമിംഗ് അവർ ഒരു പൂജയൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ ശരിക്കും ഫുൾ ഫംഗ്ഷൻ ആവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമിംഗ്. പിന്നെ അത് 8-7 മണിയാകുമ്പോൾ അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ടൈമിൽ മാക്സിമം പർച്ചേസാണ് ചെയ്യേണ്ടത്. ഒരു സ്ഥലത്ത് നിന്ന് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചെടുത്ത് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് വേണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സർ, പിന്നെ പോകുന്നതിന് മുന്നേ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ല പ്ലാൻ ചെയ്തിട്ട് വേണം. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. എന്തൊക്കെ മെറ്റീരിയൽ വാങ്ങണം, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥലത്ത് പോയിട്ട് എല്ലാ മെറ്റീരിയലും ഒരേ പൈസക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വാങ്ങാൻ പറ്റില്ല നിങ്ങൾ. അപ്പോൾ ഓരോരോ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലൊരു ചാർട്ട് വേണം. അത് പ്രകാരം മൂവ് ചെയ്തതിന് നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. സർ, ഏജൻസീസ് അല്ലാണ്ട് നമ്മൾ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഈ ഹോൾസെയിൽ ഡീലേഴ്സ് ആയിട്ടൊക്കെ എങ്ങനെയാണ് കണക്ഷൻ? കാരണം നമ്മളൊരു മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ പിന്നാലെ കുറേ ഏജൻസി ഇങ്ങനെ വരും. അവർ ബ്രോക്കേഴ്സ് ഉണ്ടാവും, പല ആൾക്കാരും ഉണ്ടാവും. അവർ വന്നിട്ട് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പറയും ഓക്കെ ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ സ്ഥലത്താണ് കൂട്ടിക്കൊണ്ടുപോകുക. നമ്മൾ ഉദ്ദേശിച്ച സാധനം ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ ഉണ്ടാവുക. നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്ത് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏജൻസിമാരെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളെന്നെ നോക്കിയിട്ട് നേരിട്ട് ചെന്ന് കണ്ടുപിടിക്കുകയായിരിക്കുന്നുണ്ട്. ഒരു ഷോപ്പിൽ ചെന്ന് ചോദിക്കുക. ഒരു ഷോപ്പ് കീപ്പർ ആകുമ്പോൾ അയാൾ ഈ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് സ്ഥലത്ത് കിട്ടുന്നുള്ളത്. ഏജന്റ് ആകുമ്പോൾ അയാളുടെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് തെറ്റായ ഇൻഫർമേഷൻ കിട്ടാൻ റോങ് ആയ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സർ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാ അപ്പൊ നമ്മൾ കൊണ്ടുവരുന്നത്? അതായത് കൂടുതൽ ഉണ്ടാവുമല്ലോ. നമ്മൾ ഇത്രയും ലോട്ട് ഹോൾസെയിലാണല്ലോ വാങ്ങുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ തന്നെ അത് അറേഞ്ച് ചെയ്യും ട്രാൻസ്പോർട്ട്. അവർ ചോദിക്കുന്നത് ഏത് ട്രാൻസ്പോർട്ട്. നമ്മൾ കേരളത്തിൽ ഇപ്പോൾ KRS ഉണ്ട്, APS ഉണ്ട്, പറഞ്ഞാൽ അതിന് ട്രാൻസ്പോർട്ടിൽ അയക്കുക പറയും. അതിൻ്റെ ഫ്രൈറ്റ് ചാർജൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് പേ ചെയ്യുന്നത്. അപ്പോൾ അവരത് ട്രാൻസ്പോർട്ടറെ വിളിച്ച് കഴിഞ്ഞാൽ അവരെന്നെയൊക്കെ റാപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് അവർ അയച്ചോളും. അതിൽ അവർ യാതൊരു കള്ളത്തിലും അവർ ചെയ്യില്ല. പിന്നെ ബിൽ വൈസ് ആയിട്ട് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ക്രോസ് ചെക്ക് ചെയ്യും വേണം അവർ. സർ ഇതുപോലുള്ള പർച്ചേസിംഗ് ടിപ്സിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടിപ്സ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഫർദർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വെച്ചാൽ എല്ലാ വീഡിയോയിലും നമുക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. താഴെ പറയുന്ന നമ്മുടെ സൈലന്തറിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ Gmail വഴി നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അതുവഴി നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഫർദർ ആയിട്ട് അവർക്ക് കൺസൾട്ടൻസി ആവശ്യമുണ്ടോ എന്ത് സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും.